മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ള 4 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്പർ 1, മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ആ ഫണ്ടിന്റെ മുൻകാല പ്രകടനം വിലയിരുത്തേണ്ടതാണ്. ചുരുങ്ങിയത് 5 മുതൽ 7 വർഷത്തെ കാലയളവ് കണക്കിലെടുത്ത് അവയുടെ പ്രകടനം മറ്റ് ഫണ്ടുകളുമായി താരതമ്യം ചെയ്യേണ്ടതാണ്. നമ്പർ 2, റിട്ടേണുകളിൽ സ്ഥിരത തുടരുന്ന ഫണ്ടുകളിൽ മാത്രം നിക്ഷേപിക്കുക. അതായത് ഒരു ഫണ്ട് 3 വർഷത്തിനുള്ളിൽ 13, 14, 15% റിട്ടേൺ നൽകുകയാണെങ്കിൽ അത് റിട്ടേണുകളിൽ സ്ഥിരതയാർന്ന ഫണ്ടാണെന്ന് നമുക്ക് പറയാം. നേരെ മറിച്ച് ഒരു ഫണ്ട് 5%, 3%, പെട്ടെന്ന് 47% വരെ ഉയർന്ന് അസ്ഥിരത പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് ആശങ്കാജനകമായിരിക്കും. സ്ഥിരമായ ഫണ്ടുകൾ നല്ല വരുമാനം നേടുന്നവയാണ്. നമ്പർ 3, നിങ്ങളുടെ ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടായിരിക്കണം മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾക്ക് എടുക്കുവാൻ കഴിയുന്ന റിസ്കിന്റെ അനുസരിച്ച് ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ടാണോ ഡെപ്റ്റ് ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ടാണോ എന്ന് നോക്കി വേണം തിരഞ്ഞെടുക്കാൻ. ഇതിന് വിപണി വിദഗ്ധരുടെ നിർദ്ദേശങ്ങളും തേടാവുന്നതാണ്. നമ്പർ 4, എല്ലാം ഫണ്ട് മാനേജർക്ക് വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ ഫണ്ടുകൾ പതിവായി നിരീക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പണം ഫണ്ടിലേക്ക് ഇട്ടതുകൊണ്ട് മാത്രം നിങ്ങളുടെ ജോലി തീരുന്നില്ല. നിങ്ങൾക്ക് ഓരോ മാസവും ഫണ്ട് ഫാക്ട് ഷീറ്റ് ലഭിക്കുമ്പോൾ ഫണ്ട് മാനേജർ കമന്ററി, യഥാർത്ഥ റിട്ടേണുകളിലെ വ്യത്യാസം തുടങ്ങിയവ പരിശോധിക്കേണ്ടതാണ്.